നമസ്കാരം. ഗ്രാമീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. തൃപ്പയാർ തേവരെ വണങ്ങാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെത്തി. വാർത്തകൾ വിശദമായി നോക്കാം. തൃപ്പയാർ തേവരെ വണങ്ങി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. കേരളത്തിലെ നാട്ടാനകളിൽ ഏറ്റവും ഉയരം കൂടിയ ആന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നേരിൽ നിന്നും അഴിച്ച പതിവ് പോലെ തേവരെ വണങ്ങാനായി തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. മകരമാസം 1-ാം തീയതി പുലർച്ചെ 5:30 രാമൻ തൃപ്പയാറിലെത്തിയത്. 6:30 തൃപ്പയാർ തേവരെ ശിരസിലേറ്റി രാമൻ ശീവേലിയെടുത്തു. തുടർന്ന് പ്രസാദവും കഴിച്ച് തേവരെ തൊഴുതാണ് മടങ്ങിയത്. അടുത്ത ദിവസം മുതൽ പുതിയ സീസണിലെ പൂരങ്ങൾ എടുത്തു തുടങ്ങും. നിരവധി പേരാണ് രാമനെ കാണാൻ തൃപ്പയാർ ക്ഷേത്രത്തിൽ പുലർച്ചെയോടെ എത്തിച്ചേർന്നത്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. വധശ്രമക്കേസ് പ്രതികളായ 4 പേരെ ആലപ്പാട് സെന്ററിൽ നിന്ന് പിടികൂടി. കളമശ്ശേരി പോലീസാണ് അന്തിക്കാട് പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ സാഹസികമായി പിടികൂടിയത്. പ്രതികൾ 2 ദിവസമായി ആലപ്പാട് ഷാപ്പ് പ്രദേശത്ത് തങ്ങിയിരുന്നതായി പറയുന്നു. ഇതിൽ ഒരാൾ പോലീസുകാരനെ വെട്ടിയ കേസിൽ പ്രതിയാണ്. കാപ്പ ചുമത്തി നാട് കടത്തിയ ആളുമാണ്. അറസ്റ്റിലായവർ തിരുവനന്തപുരം, എറണാകുളം സ്വദേശികളാണെന്നാണ് സൂചന. താന്യം ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനം മാസങ്ങളായി തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സാധാരണക്കാർക്ക് ഏറെ ആശ്രയമായിരുന്ന പൊതുശ്മശാനം എത്രയും വേഗം കേടുപാട് തീർത്ത് തുറന്നു നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വരണമെന്നും അല്ലാത്തപക്ഷം കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും യോഗം പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനം പണിമുടക്കിയിട്ട് പൊതുശ്മശാനം നിശ്ചലമായിട്ട് ദിവസങ്ങളും ആഴ്ചകളും കടന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാസങ്ങൾ പിന്നിടുകയാണ്. നമുക്കറിയാം, സാധാരണക്കാരായ ആളുകളാണ്. പ്രത്യേകിച്ച് 3 സെന്റിലും 4 സെന്റിലും 5 സെന്റിലും എല്ലാം താമസിക്കുന്ന, അതല്ലെങ്കിൽ സങ്കേതങ്ങളിൽ പാർക്കുന്ന ആളുകൾ മരണപ്പെട്ടാൽ ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ പൊതു ശ്മശാനങ്ങളെയാണ്. എന്നാൽ ഇവിടെ പൊതു ശ്മശാനം പ്രവർത്തനക്ഷമമല്ലാത്തതിന്റെ പേരിൽ പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരായ ആളുകൾ അവരുടെ ഉറ്റവരും ഉടയവരും മരണപ്പെടുമ്പോൾ ആ മൃതദേഹവുമായി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പൊതു ശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലേക്കാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി താന്യത്തെ ജനങ്ങളെ കൊണ്ടുപോകുന്നത്. നാട്ടിക ബ്ലോക്ക് ട്രഷറർ PK പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് മെമ്പറും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ആൻഡോ തുറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, കോൺഗ്രസ് നേതാക്കളായ ബെന്നി തട്ടിൽ, ലൂയിസ് താണിക്കൽ, KN വേണുഗോപാൽ, ശിവജി കൈപ്പള്ളി, ഗ്രീന പ്രേമൻ എന്നിവർ സംസാരിച്ചു. സിദ്ദിഖ് കൊളത്തേക്കാട്ട്, റഷീദ് താന്യം, ഗോപാലകൃഷ്ണൻ, ജോസഫ് തേക്കാനത്ത്, പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക് എന്നിവർ നേതൃത്വം നൽകി. തൃപ്പയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറി.
രാവിലെ നിർമാല്യ ദർശനം, മഹാഗണപതി ഹവനം, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, കലശപൂജകൾ, അഭിഷേകം, പട്ടും താലിയും ചാർത്തൽ, ത്രിശൂല സമർപ്പണം എന്നിവ നടന്നു. തുടർന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റം ചടങ്ങ് നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് യദു കൃഷ്ണൻ നമ്പൂതിരി കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി പൈങ്ങൂട്ടുമന ശ്രീഹരി വാസുദേവൻ സഹകാർമ്മികനായിരുന്നു. ശേഷം ശിവപാദം ടീം തൃപ്രയാറിന്റെ തിരുവാതിരക്കളി, ആരിക്കരിയമ്മ ഗ്രൂപ്പിന്റെ ക്ലാസിക്കൽ നൃത്തം എന്നിവ ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചേർത്തേടത്ത്, സെക്രട്ടറി ഹരിദാസ് ആലക്കൽ, ട്രഷറർ കെ കൃഷ്ണമൂർത്തി, വൈസ് പ്രസിഡന്റുമാരായ ഗൗരി ടീച്ചർ, സി കെ പാറൻകുട്ടി, ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ, ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. പിൻവലിച്ച കാർഷിക നിയമങ്ങൾ പിൻവാതിലിലൂടെ നടപ്പിലാക്കാനുള്ള നടപടിക്കെതിരെ AIKS നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി തൃപ്പയാർ പോളി ജംഗ്ഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. MP സുരേഷ് ഉദ്ഘാടനം ചെയ്തു. TB ഷാജി അധ്യക്ഷത വഹിച്ചു. PV അശോകൻ, VR മോഹൻദാസ്, ബാബു വിജയകുമാർ, ജിനീഷ്, സുജിന്ത് പുല്ലാട്ട്, വിജയരാഘവൻ തട്ടുപറമ്പിൽ, KV ഭാസ്കരൻ, പ്രകാശൻ കാരാട്ടുപറമ്പിൽ, ഭഗവത് സിംഗ്, മധുലാൽ പള്ളത്ത്, ബിനു പട്ടാലി, ENR കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 2014 രണ്ടാം UPA മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഗവൺമെന്റ് മുമ്പാകെ സമർപ്പിച്ചതാണ്. ആ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ് കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഈ രാജ്യത്തെ കർഷകരെ വിളിച്ചുകൊണ്ട് 2014 തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ കർഷകർക്ക് ക്ഷേമകരമായിട്ടുള്ള നടപടികൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ, പ്രത്യേകിച്ച് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്വാമിനാഥൻ വലപ്പാട് GDM LP സ്കൂളിൽ വത്സൻ പൊക്കാഞ്ചേരി വിദ്യാഭ്യാസ എൻഡോവ്മെന്റ് തുക സ്വീകരണവും പുതിയ അധ്യയന വർഷത്തെ അഡ്മിഷൻ പ്രവർത്തന ബ്രോഷർ പ്രകാശനവും നടന്നു. സാംസ്കാരിക പ്രവർത്തകനും നാടക സംവിധായകനുമായ വത്സൻ പൊക്കാഞ്ചേരിയുടെ സ്മരണാർത്ഥം വിദ്യാലയത്തിലെ മികച്ച വിദ്യാർത്ഥിക്കായി ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റ് തുകയായ 1,00,000 രൂപ പ്രത്യുഷ് പൊക്കാഞ്ചേരിയിൽ നിന്നും സ്കൂൾ ഹെഡ് മാസ്റ്റർ CK ബിജോയ് ഏറ്റുവാങ്ങി. പിന്നെ ഈ എൻഡോവ്മെന്റിന്റെ കാര്യം, ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ 4ാം ക്ലാസ് പാസ്സാകുമ്പോൾ ഈ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി ഞാൻ തന്നെയായിരുന്നു. സ്കോളർഷിപ്പോട് കൂടി തന്നെയാണ് ഞാൻ ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ളത്. അന്ന് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നത് വർഷത്തിൽ 30 രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നമ്മൾ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് 7ാം ക്ലാസ് വരെ 5, 6, 7 ക്ലാസ്സുകളിൽ വർഷത്തിൽ 30 രൂപയാണ്. ഇന്നത്തെ പോലെ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, ആകെ കിട്ടുന്നത് ആ 30 രൂപയാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ അന്ന് 50 രൂപ ചിലവാക്കിയിട്ടാണ് അമ്മ അന്ന് ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട്. ഞാനന്ന് കഴിമ്പ്ര സ്കൂളിലാണ്, ഇവിടുത്തെ സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ കഴിമ്പ്ര സ്കൂളിലാണ് പഠിച്ചിരുന്നത്, ഹൈസ്കൂൾ. ഈ നാട്ടിക മണപ്പുറത്തെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് വളരെ ശ്രദ്ധേയനായൊരു വ്യക്തിയായിരുന്നു വത്സൻ പൊക്കാഞ്ചേരി. നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ
അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനം ആരംഭിച്ചത് വലപ്പാട് GDM LP സ്കൂൾ കേന്ദ്രീകരിച്ചാണ്. നിങ്ങളെല്ലാവരും ഓഫീസ് റൂമിൽ വന്നിട്ടുണ്ടാവുമല്ലോ. ആ ഓഫീസ് റൂം പണ്ട് ഒരു വായനശാലയായിരുന്നു. ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു വായനശാല. ആ വായനശാലയിൽ ഈ നാട്ടിലെ വായനയിൽ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ ഒത്തുകൂടി നമ്മുടെ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ നന്മയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കേന്ദ്രം കൂടിയായിരുന്നു നമ്മുടെ ഓഫീസ് റൂം. വിദ്യാലയ നേട്ടങ്ങൾ ആലേഖനം ചെയ്ത അഡ്മിഷൻ ബ്രോഷറിന്റെ പ്രകാശനം സ്കൂൾ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ R സുബ്രഹ്മണ്യൻ അധ്യാപിക പാർവതി ദിലീപിന് നൽകി പ്രകാശനം ചെയ്തു. അർദ്ധവാർഷിക പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ബാഡ്ജും ചടങ്ങിൽ വിതരണം ചെയ്തു. AC ലിജി അധ്യക്ഷയായി. CB സിജ, MA ശ്രീദേവി, ഷാനി അസീസ്, CD ദിവ്യ, KH ഷാനിബ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് പൂതൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷിച്ചു. വിശേഷാൽ പൂജകളും എട്ടങ്ങാടി നിവേദിക്കൽ, പാതിരാപ്പൂ ചൂടൽ എന്നിവയുണ്ടായി. ചടങ്ങുകൾക്ക് ആതിര ഭിനു നമ്പൂതിരി മേൽനോട്ടം വഹിച്ചു. വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളിയും കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഭക്തർക്ക് പ്രസാദ കഞ്ഞി വിതരണം ചെയ്തു. ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ K സൂര്യനാരായണൻ, കമ്മിറ്റി അംഗങ്ങളായ VV പ്രമോദ്, MG പ്രദീപ്, KK സുബ്രൻ, TK മനോജ്, TB ബാബു, ഇന്ദിര വിശ്വനാഥൻ, സുഷമ സുനിൽ, രഞ്ജിനി വേണു, മാതൃസമിതി അംഗങ്ങൾ, യൂത്ത് വിംഗ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭഗവാൻ തന്റെ തിരുനാളാണ്. ഭഗവതിക്കു തിരുനോയമ്പ് ഉണ്ണരുത് ഉറങ്ങരുത്. ഭഗവതിക്കു തിരുനോയമ്പ് ഉണ്ണരുത് ഉറങ്ങരുത്. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 4 കുടുംബാരോഗ്യ ഉപകേന്ദ്രങ്ങളിൽ സ്വന്തമായി കെട്ടിടമില്ലാത്ത ഉപകേന്ദ്രമായ അഞ്ചങ്ങാടി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുരളി പെരുന്നല്ലി MLA നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസിയ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ഭിനേഷ്, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുലേഖ ജമാലു, പഞ്ചായത്ത് അംഗങ്ങളായ AT ഷെബീർ അലി, KS ധനീഷ്, രേഖ അശോകൻ, നൌഫൽ വലിയകത്ത്, സെക്രട്ടറി AL തോമസ് എന്നിവർ സംസാരിച്ചു. കണ്ടശങ്കടബ് താനാപ്പാടം പാടശേഖരം കഴിഞ്ഞ 2 വർഷമായി തരിശിട്ടതിൽ പ്രധാന ഉത്തരവാദി മണലൂർ ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റുമാണെന്നാരോപിച്ച കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി VN സുർജിത് അധ്യക്ഷനായി. സമരപരിപാടികൾ TV ബാലകൃഷ്ണൻ വിശദീകരിച്ചു. സമരസമിതി ചെയർമാൻ VV പ്രഭാത്, VV സജീന്ദ്രൻ, VP പ്രവീൺ, PR മുരളീധരൻ, NRS ബാബു, PS പ്രസാദ്, രാകേഷ്,
കർഷക സംഘം കാരമുക്ക് മേഖലാ സെക്രട്ടറി VP പ്രവീൺ എന്നിവർ സംസാരിച്ചു. ജനുവരി 19 താനാപ്പാടത്ത് കൃഷി ഇറക്കുന്ന പ്രവർത്തനം നടക്കുമെന്നും സമരസമിതി അറിയിച്ചു. ഉപ്പുവെള്ളം കയറുന്നതിനെ തടയുന്നതിന് ആവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത് ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളോടുമുള്ള വെല്ലുവിളിയായാണ് ഇതിനെ കാണാൻ കഴിയുക. നമുക്കറിയാം, ഈ കേരളത്തിൽ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ തരിശുഭൂമികളിൽ കൃഷിയിറക്കുക എന്ന നിലപാടിന്, ആ ആശയത്തിന് വലിയ പരിഗണന നൽകുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ ഫണ്ടുകൾ അതിന്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ചിലവഴിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ട മണലൂർ ഗ്രാമപഞ്ചായത്തും അതിന്റെ കൃഷിഭവനുമെല്ലാം ഈ കാര്യത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നിസ്സംഗത ഒരു പ്രദേശത്തെ വലിയ തോതിൽ ഉപ്പുവെള്ള ഭീഷണിയിലേക്ക് മാറുകയാണ്. മറ്റു വാർത്തകൾക്ക് മുമ്പായി ഒരിടവേള. Manappuram Geeta Ravi Public School, the joy of learning. AJ Gold and Diamonds, Tripuriyar Junction. Christmas and New Year offer. ഒരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം ഒരു പവനിൽ. AJ Gold and Diamonds, Tripuriyar Junction. Lightweight gold, diamond, silver jewelry. 916 wholesale and retail. Phone 6282192294. വാർത്തകൾ തുടരുന്നു. തൃപ്പയാറിൽ ബസ് കാത്തു നിന്നിരുന്നവരുടെ മുകളിലേക്ക് ടെലിഫോൺ തൂണ് വീണ 3 പേർക്ക് പരിക്കേറ്റു. തൃപ്പയാർ പോളി ജംഗ്ഷനിൽ തൃശൂരിലേക്കുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്നവരുടെ ഇടയിലേക്കാണ് ടെലിഫോൺ തൂണ് വീണത്. ചേർപ്പ് യാറത്തിങ്കൽ വീട്ടിൽ ബഷീറിന്റെ ഭാര്യ ഫസീല, മകൾ ഫിദ, വലപ്പാട് സ്വദേശി കുറ്റിക്കാട്ടിൽ ബിന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃപ്പയാർ ആക്സ് പ്രവർത്തകർ പഴുവിൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടിക ശ്രീ ആരിക്കരി ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹവനം, ഉഷപൂജ, വിശേഷാൽ പൂജകൾ, തുടർന്ന് പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, പ്രസാദ വിതരണം എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി ഹരീഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികനായിരുന്നു. ജനുവരി 28 ചൊവ്വാഴ്ചയാണ് ഉത്സവം. ഉത്സവത്തിന് മുന്നോടിയായി ജനുവരി 21 ചൊവ്വാഴ്ച ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണവും നടക്കും. ഉത്സവ ദിവസം 7 ആനകളോടുകൂടി എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് വർണ്ണമഴ, രാത്രി കൊച്ചിൻ പാണ്ഡവാസിന്റെ നാടൻ പാട്ടും ഉണ്ടായിരിക്കും. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്ത്യനോസിന്റെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫാദർ നിതിൻ പൊന്നാരി, വികാരി ഫാദർ ജോസ് ചാലക്കൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 10 തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനായി.
ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് നടത്തിയ കുർബാനയ്ക്ക് ഫാദർ മിഥുൻ ചുങ്കത്ത് നേതൃത്വം നൽകി. തുടർന്ന് പൊൻകുരിശുകളും മുത്തുകുടകളുമായി നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. വികാരി ഫാദർ ജോസ് ചാലയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, ട്രസ്റ്റിമാരായ ജെയ്സൺ പോൾ, ജോസഫ് അറയ്ക്കൽ, ബൈജു ജോർജ്, ജിൻഡോ ചാലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ പഞ്ചായത്തിന്റെയും മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ ബധിരത നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി കേൾവി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു ബേബി ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. തൃപ്രയാർ സാമൂഹ്യാരോഗ്യത്തിലെ ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ MP ദീപ, ചാവക്കാട് താലൂക്ക് ആശുപത്രി ഓഡിയോളജിസ്റ്റ് ഗായത്രി എന്നിവർ പരിശോധന നടത്തി. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് സിന്ധു CS എന്നിവർ സംസാരിച്ചു. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഫീൽഡ് തല ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. താന്യം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ക്ലാസും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടുകൾ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥികൾ, നമ്മുടെ മഹത് വ്യക്തികളൊക്കെ പറഞ്ഞ പോലെ രാഷ്ട്രപതിയും നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞ പോലെ നിങ്ങളാണ് ഇന്ത്യയുടെ നാടുകളിൽ മുന്നോട്ട് നയിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്തമുള്ള വ്യക്തികൾ. അതിനുവേണ്ടി അത് മനസ്സിലാക്കി താന്യം ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി പൊതുമരാമത്ത് പരിപാടികളൊക്കെ നമ്മുടെ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ ഈ ആവശ്യകതയ്ക്ക് ഭരണസമിതിയിൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഇത്തവണ മുതൽ ഈ ഇത്തരം ഒരു ക്ലാസ് ഇങ്ങനെ ആരംഭിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ്. PTA പ്രസിഡന്റ് PM മധുലാൽ അധ്യക്ഷനായി. 5ാം വാർഡ് മെമ്പർ ആന്റോ തെറിയൻ, PTA വൈസ് പ്രസിഡന്റ് സുനിത ജയരാജ്, MPTA പ്രസിഡന്റ് ഷീബ ഗോപകുമാർ, പ്രധാനാധ്യാപിക ഗീത CR, സീനിയർ അധ്യാപിക ബിന്ദു പേരാത്ത, സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ രാജി KR എന്നിവർ സംസാരിച്ചു. സ്റ്റാൻലി VJ ക്ലാസ് നയിച്ചു. 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് ബോധവൽക്കരണ ക്ലാസ് എടുത്തത്. തൃത്തല്ലൂർ കളപ്പുരയിൽ ശ്രീ ഇത്തിക്കാട്ട് കാളി ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ഗുരുവായൂർ കക്കാട്ട് ദേവദാസൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിൽ
മഹാഗണപതി ഹോമവും ശുദ്ധികലശവും നടത്തി. തിങ്കളാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ, പറനിറയ്ക്കൽ, ശീവേലി എന്നിവ നടത്തി. 12 മണിക്ക് ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് മുല്ലത്തറയിൽ വാദ്യമേള അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പും 4 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ കൂട്ടിയെഴുന്നള്ളിപ്പും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി കളപ്പുരയിൽ മുകുന്ദൻ നായർ നേതൃത്വം നൽകി. കേരള കർഷക സംഘം താന്യം വടക്ക് വില്ലേജ് കൺവെൻഷൻ ചെമ്മാപ്പള്ളി ഫിനിക്സ് ലൈബ്രറിക്ക് സമീപം പൊന്നേമ്പലത്ത് ദിൽഷിയുടെ വസതിയിൽ സംഘടിപ്പിച്ചു. കർഷക സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി എസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘത്തിൻ്റെ 2 കമ്മിറ്റികളുടെ രൂപീകരണവും നമ്മൾ പ്രത്യേകമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കർഷകരുടെ പൊതുവായ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും എല്ലാം ഉണ്ടാകേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ കൺവെൻഷനുകൾ നടക്കുന്നത്. 1936 നമ്മുടെ സംഘടന അഖിലേന്ത്യാ തലത്തിൽ രൂപീകരിച്ചതിന് ശേഷം നടന്ന കർഷക പോരാട്ടങ്ങളും 1935 തന്നെ കേരളത്തിൽ രൂപീകരിച്ച കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങളും. പ്രസിഡന്റ് എ കെ രാജൻ അധ്യക്ഷനായി. കർഷക സംഘം ചെയർപ് ഏരിയ സെക്രട്ടറി കെ എസ് മോഹൻദാസ്, CITU ചെയർപ് ഏരിയ വൈസ് പ്രസിഡന്റ് CP ജോസ്, CITU ചെയർപ് ഏരിയ കമ്മിറ്റി അംഗം സിബിൻ സി ബാബു, DYFI ചെയർപ് ബ്ലോക്ക് സെക്രട്ടറി S ജിംഷ, സെക്രട്ടറി VK സന്തോഷ്, ട്രഷറർ CS ശിവരാമൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പച്ചക്കറി തൈ വിതരണം ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ എഴുത്തുകൂട്ടം പരിപാടി സംഘടിപ്പിച്ചു. തളിക്കുളം നടന്ന പരിപാടി കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ ഒരുപാട് വ്യക്തികൾക്ക് തന്നെ സന്നദ്ധരാകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വായനശാല ആരംഭിച്ചത്. സാംസ്കാരികമായ ഇടപെടലിന്റെ ഭാഗം മാത്രമായിട്ടല്ല, രാഷ്ട്രീയമായ ഇടപെടലിന്റെ ഭാഗമായിട്ടും കേരള ജീവിതത്തിൽ തന്നെ വായനശാലയ്ക്ക് സാധിക്കും. പ്രധാനമായിട്ടും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും പറയുന്ന കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്, ദേശീയ പ്രസ്ഥാനം ഒരു സാംസ്കാരിക പ്രസ്ഥാനം പാലിച്ച സംഘടനയല്ല. അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഗ്രാമീണ മേഖലയിൽ നടക്കുന്ന വായനശാലകൾ ഉണ്ടായത്. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, ലൈബ്രറി കൗൺസിൽ ചാവക്കാട് താലൂക്ക് സെക്രട്ടറി KA വിശ്വംഭരൻ, KL ഭരതൻ, P തങ്കം, VK ഹാരിഫാബി എന്നിവർ സംസാരിച്ചു. തുടർന്ന് എഴുത്തുകൂട്ടം രൂപീകരണം, കഥ, കവിത അവതരണം എന്നിവ നടന്നു. തൃപ്പയാർ മേൽത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ സമർപ്പണം നടന്നു. തിങ്കളാഴ്ച വൈകിട്ട് കൊടിയേറ്റത്തിന് ശേഷം TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ സുരേന്ദ്രൻ കലവറ നിറയ്ക്കൽ സമർപ്പണം നിർവഹിച്ചു. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അത് വരും തലമുറകൾക്ക് അതൊരു മാതൃകയാകേണ്ടതാണ്. നമ്മൾ പരസ്പര സഹായവും സഹകരണവും തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും വളർച്ച. അത് നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ വരും തലമുറകൾക്ക് ഇതെല്ലാം ഒരു മാതൃകയാണ്. ഇത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം നേരട്ടെ, എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ക്ഷേത്രം ഭാരവാഹികളായ രാമൻ ചേർത്തേർത്ത്, ഹരിദാസ് ആലിക്കൽ, K കൃഷ്ണമൂർത്തി, ഗൗരി, CK പാറൻകുട്ടി, രാജൻ കാരയിൽ, ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി.
ഒരിടവേള കൂടി. നിങ്ങൾ ഒരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശിക ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വീണ്ടും വാർത്തകളിലേക്ക്. ശ്രീനാരായണപുരം പള്ളിനടയിൽ സ്റ്റുഡിയോയിൽ മോഷണം. ശാന്തിപുരം സ്വദേശി പരിപ്പുകുലത്തിങ്കിൽ ഷിഹാദിന്റെ ഉടമസ്ഥതയിലുള്ള ദിയ സ്റ്റുഡിയോയിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ട് അറുത്തുമാറ്റി കടയ്ക്കുള്ളിലെ ചില്ല് ഗ്ലാസ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ വില വരുന്ന ക്യാമറയാണ് കവർന്നത്. മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അന്തിക്കാട് പടിയം കൊച്ചത്ത് മുത്തപ്പൻ ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായി. നിർമ്മാല്യ ദർശനം, വാകച്ചാർത്ത്, ഗണപതി ഹവനം, ഉഷപൂജ, താലത്തോടുകൂടിയ ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തുടർന്ന് ഉച്ചപൂജ, അന്നദാനം എന്നിവയുമുണ്ടായിരുന്നു. തുടർന്ന് വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പ് നടന്നു. തൃപ്പയാർ അനിയന്മാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, വർണ്ണമഴ എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് ഡബിൾ തായമ്പക, തിരുവാതിരക്കളി, കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KA ഹരിദാസ്, സെക്രട്ടറി KG മഹേന്ദ്രൻ, ട്രഷറർ KV ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി.
നാട്ടിക ബീച്ച് ചളിങ്ങാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗോളക സമർപ്പണം നടന്നു. ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, തുടർന്ന് നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും താളമേളങ്ങളോടുകൂടിയ ഗോളക എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ക്ഷേത്രം തന്ത്രി PV സന്തോഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗോളക സമർപ്പിച്ചു. ചളിങ്ങാട്ട് രാമുഞ്ഞി മക്കൾ ചേർന്നാണ് ഗോളക സമർപ്പിച്ചത്. ക്ഷേത്രം പ്രസിഡന്റ് CR സുരേന്ദ്രൻ, സെക്രട്ടറി CR സന്തോഷ്, ട്രഷറർ CK ധർമ്മൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തിയത്. കഴിയമ്പുറം നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മകരച്ചവിയോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടത്തി. രാവിലെ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, തുടർന്ന് ക്ഷേത്രം മേൽശാന്തി രാജേഷ് ശ്രീകോവിലിനുള്ളിൽ നിന്നും ഭദ്രദീപം ഭണ്ഡാര അടുപ്പിലേക്കും തുടർന്ന് ഭക്തജനങ്ങളുടെ പൊങ്കാല അടുപ്പുകളിലേക്കും പകർന്നു നൽകി. പൊങ്കാല സമർപ്പണത്തിന് ശേഷം പ്രസാദ വിതരണം നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് രമേശ് ബാബു, സെക്രട്ടറി ഷമി, ഖജാൻജി ശിവൻ, മാതൃസംഗമം സെക്രട്ടറി ജയശ്രീ, മറ്റ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ ബിജു നെടിയിരിപ്പിൽ, ദേവൻ നെടിയിരിപ്പിൽ, സിദ്ധൻ, രാജൻ, സുരേഷ് ബാബു, NK ഭീതിഹരൻ, കിഷോർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ചൂലൂർ ചൂരനെല്ലൂർ കടലായി ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവവും ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവവും ആഘോഷിച്ചു. ഗണപതി ഹോമം, പ്രഭാത പൂജ എന്നിവയ്ക്ക് ശേഷം മഹാദേവനും പാർവതി ദേവിക്കും വിശേഷാൽ പഞ്ചവിംശതി കലശമാടി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മഹാനിവേദ്യ സമർപ്പണം നടത്തി. കാരുമാത്ര ഗുരുപദത്തിലെ കണ്ണൻ ശാന്തി, ക്ഷേത്രം ശാന്തി ഹരീഷ് എന്നിവർ പൂജാകർമ്മങ്ങൾ നിർവഹിച്ചു. ദേവിക്ക് പട്ടും താലിയും ചാർത്താൻ രാവിലെ മുതൽ ധാരാളം ഭക്തർ വന്നു ചേർന്നിരുന്നു. വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. ക്ഷേത്രസമിതി രക്ഷാധികാരി പ്രദീപ് അരയമ്പറമ്പിൽ, ഭാരവാഹികളായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അരയമ്പറമ്പിൽ, അജയ് ഘോഷ് കാണാശ്ശേരി, ദിനേശ് അരയമ്പറമ്പിൽ, ജിജിൻ മച്ചിങ്ങൽ, അനിൽകുമാർ ചെമ്പാപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി. സദാനന്ദൻ അരയമ്പറമ്പിൽ, എടമുട്ടം SNS സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയമ്പറമ്പിൽ, ചൂലൂർ ALP സ്കൂൾ മാനേജർ സാവിത്രി വിജയൻ, ഡോക്ടർ അഞ്ജു വിനായക്, സാവിത്രി അരയമ്പറമ്പിൽ തുടങ്ങിയവർ തിരുവാതിരക്കളി സംഘങ്ങളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. രാവിലെയും വൈകിട്ടും ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു.
വിശുദ്ധ സെബസ്ത്യനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് കണ്ടശങ്കടവ് അമ്പ് സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായം വിതരണം ചെയ്തു. ബോട്ട് ജെട്ടി പരിസരത്ത് സജ്ജമാക്കിയ പന്തലിൽ സ്വിച്ച് ഓൺ കർമ്മം ഫാദർ ജോസ് ചാലക്കൽ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ചികിത്സാ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. ജോയ്മോൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, അമ്പ് സമൂഹം കൺവീനർ വർഗീസ് പി ചാക്കോ, BV ജോയ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AT ജോൺസൺ, പഞ്ചായത്ത് അംഗം കവിത രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭാരതീയ പട്ടികജന സമാജം കാതിക്കോട് ഗ്രാമമണ്ഡലത്തിന്റെ സഹകരണത്തോടെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. റൂറൽ പോലീസ് ലഹരി വിരുദ്ധ സേനാംഗം ലിജു ഇയാനി ഉദ്ഘാടനം നിർവഹിച്ചു. സിന്തറ്റിക് ലഹരി ഉപയോഗിച്ച് അത് കിട്ടാതെ വന്നിട്ട് സൂയിസൈഡ് ചെയ്ത ഒരു 3-4 ചെറുപ്പക്കാരെ നമുക്കറിയാം. ആദ്യം ഈ പറഞ്ഞ പോലെ 1000 രൂപയ്ക്കോ 500 രൂപയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളെ കൂട്ടുകാർ തരുന്ന ഒരു പൊടിയോ അല്ലെങ്കിൽ വെള്ളമോ ഇഞ്ചക്ഷനോ എന്തെങ്കിലും ചെറുതായി കിട്ടിയിട്ട് പടിപടിയായി നിങ്ങൾ അതിൻ്റെ അടിമയായി കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് കിട്ടാതെ വരുമ്പോൾ വീട്ടിൽ നിങ്ങളുടെ വീട്ടുകാരോട് കാണിക്കുന്ന ആ രോദനം ക്രൗര്യം അവരോട് കാണിക്കുന്ന നിങ്ങളുടെ ആ പെരുമാറ്റം തന്നെ മാറിപ്പോകും. നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളത് പോലും നിങ്ങൾ അറിയുന്നില്ല. BPJS ജില്ലാ പ്രസിഡന്റ് KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, മതിലകം SI ആന്റണി ജിമ്പൽ, SI സേവ്യർ, സമാജം സംസ്ഥാന ജില്ലാ മഹിളാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി വലിയുള്ളാഹി കാർന്നൂരുപ്പാപ്പയുടെ 142ാമത് ആണ്ട് നേർച്ച വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി പ്രസിഡന്റ് നൌഷാദ് പോക്കാക്കിലത്ത് കൊടിയുയർത്തി. ഖത്തം ദുവായ്ക്കും കൂട്ട സിയാറത്തിനും സ്വാലിക് അൻവരി ചേകന്നൂർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അന്നദാനം കാഞ്ഞിരപ്പള്ളി സെക്രട്ടറി അബ്ദുള്ളക്കുട്ടി അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ഉച്ചതിരിഞ്ഞ് വിവിധ കലാപരിപാടികളും ദഫ്മുട്ട്, അർബനമുട്ട് എന്നിവയും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന മതപ്രഭാഷണം അനസ് അൻവരി വേന്മനാട് ഉദ്ഘാടനം ചെയ്യും. അൽ ഹാഫിൾ സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തും. ചന്ദ്രാപന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബി ഭാഷാ ദിനാചരണവും സംസ്ഥാന അറബി കലോത്സവവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു. പ്രതിഭാസംഗമത്തിൽ സംസ്ഥാനതലത്തിൽ A ഗ്രേഡ് നേടിയ അറബിക് നാടകത്തിന്റെ രചയിതാവ് സ്കൂൾ പ്രിൻസിപ്പൽ PK ശ്രീജീഷ്, സംവിധായകൻ ബിനിൽ മുരളി, സംസ്ഥാന അറബി കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയും ആദരിച്ചു. പ്രിൻസിപ്പൽ PK ശ്രീജീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. MA സാദിഖ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ KS കിരൺ സമ്മാന വിതരണം നടത്തി. PK അബ്ദുൽ മജീദ് അറബിക് മാഗസിൻ പ്രകാശനം ചെയ്തു. അധ്യാപകരായ PN സക്കീന, PA ഫൗസിയ, PA ഹനീൻ, ഫാത്തിമ സഹറ, BS ശ്വേതിൽ, KS വർഷ, മുഹമ്മദ് സുഹൈൽ, EV ബിന്ധ്യ, TR അനി, മായ K മോഹൻ, വിദ്യാർത്ഥി പ്രതിനിധി അഫീഫ് എന്നിവർ സംസാരിച്ചു. നിങ്ങളിലൂടെയാണ് നമ്മുടെ കഴിവുറ്റ അധ്യാപകരും പരിശീലകരും നിങ്ങളെ ഉന്നതികളിലേക്ക് എത്തിച്ചേരുന്നു. നമ്മുടെ വിദ്യാലയത്തിന് വലിയ നേട്ടവും സ്ഥാനവും ഒക്കെ നേടിത്തന്നത്. അങ്ങ് തിരുവനന്തപുരത്ത് സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവലിൽ ചന്ദ്രാപന്നി ഹയർ സെക്കൻഡറി സ്കൂൾ തൃശ്ശൂർ ജില്ല 1ാം സ്ഥാനം നേടിയപ്പോൾ നമ്മുടെ വിദ്യാലയവും ഏറെ സന്തോഷിച്ചു, അല്ലേ? എന്താ കാരണം? നമുക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയത്.
അറബിക് നമ്മുടെ 24 കുട്ടികളാണ് നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് പങ്കെടുത്തത്. ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ, സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ. ഹയർ സെക്കൻഡറിയിൽ നിന്ന് 52 കുട്ടികളാണ് പങ്കെടുത്തത്. മൊത്തം 76 ചെന്താമണി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രതിഭകളാണ്. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൃപ്പയാർ തേവരെ വണങ്ങാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെത്തി. തൃപ്പയാറിൽ ബസ് കാത്തുനിന്നവരുടെ മുകളിലേക്ക് ടെലിഫോൺ തൂണ് മറിഞ്ഞു വീണ് 3 പേർക്ക് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.